തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ തേടി. മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് പുനലൂരിന് സമീപം മണലിപ്പച്ച ഇമ്മാനുവൽ ചർച്ച് ഓഫ് ഗോഡ് സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ AR ഷാജിയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ശ്രോതാക്കൾക്കെല്ലാം, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും വേഗേനെ ഗമനം ചെയ്യുന്ന ധന്യനായ ദൈവത്തിൻ്റെ നാമത്തിൽ വന്ദനം. ഈ പകൽക്കാലം ദൈവം ചെയ്ത അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളോട് പറയുവാൻ എനിക്ക് ലഭിക്കപ്പെട്ട ഈ വിലയേറിയ നിമിഷങ്ങൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ദൈവം എനിക്കൊരവസരം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാക്ഷി ഒരു സാക്ഷ്യത്തെ ഉളവാക്കണം. ഒരു സാക്ഷി പൊതിഞ്ഞു വെക്കാൻ പാടില്ല. അപ്പോൾ ഉള്ള സാക്ഷ്യം കൃത്യമായിട്ട് പ്രസ്താവിക്കാനും എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരു പുതിയ സാക്ഷ്യം ഉണ്ടാകുവാൻ ദൃഢപ്രതിജ്ഞയോടുകൂടെ ഞാൻ എൻ്റെ സാക്ഷ്യ വാക്കുകളിലേക്ക് ദൈവകൃപയിൽ കടക്കുകയാണ്. ഞാൻ സുവിശേഷ രംഗത്തേക്ക് കടന്നു വന്നിട്ട് 35 വർഷം കഴിഞ്ഞു. സഭാ ശുശ്രൂഷയിലും കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയിലും ഈ കഴിഞ്ഞു പോയ 3.5 പതിറ്റാണ്ട് കാലം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അത്യന്തം പ്രവർത്തിപ്പാനും കർത്താവ് പ്രവർത്തിക്കുന്നത് അനുഭവിച്ചറിയുവാനും ഇടയായിട്ടുണ്ട്. അത് നിങ്ങളോട് അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. ദൈവമായ കർത്താവിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ സുവിശേഷീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സുവിശേഷ വേലയിലേക്ക് വരാനുണ്ടായ കാരണങ്ങൾ, ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് CSI CMS പ്രസ്ഥാനത്തിലാണ് എൻ്റെ പിതാക്കന്മാരുടെ കാലം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ വരുന്ന ഒരു കാലത്ത് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ജന്മനാ തന്നെ അവസ്മാരമെന്ന ഒരു രോഗത്താൽ പിടിക്കപ്പെടുകയും നീണ്ട 10 വർഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്താനും വളരെ ദുഃഖകരമായ അവസ്ഥയിലൂടെ അത് കടന്നു പോകാനൊക്കെ ഇടയായി. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ വലിയ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവമായിരുന്നു അത് നിമിത്തം ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾ അപ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയിലും സാമ്പത്തിക നഷ്ടത്തിൻ്റെ അവസ്ഥയിലും അപ്രകാരമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 സുവിശേഷകർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും അവർ സുവിശേഷം അറിയിച്ച് വരുന്ന സമയത്ത് ഞങ്ങളോട് സംസാരിച്ച്, എൻ്റെ പിതാക്കന്മാരോട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ രോഗവിവരം അവർ അറിയുകയും അത് നിമിത്തമുള്ള ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഒരു 3 ദിവസത്തെ പ്രാർത്ഥന നടത്തപ്പെടുവാനിടയായി. ആ ദൈവദാസന്മാർ ഞങ്ങളുടെ മാതാപിതാക്കളും ഒക്കെ ചേർന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി ഞാനവിടെ സൗഖ്യമാകുവാനിടയായി. എന്നാൽ ആ സമയം കൊണ്ട് ഞങ്ങളുടെ കുടുംബ സ്വത്തുക്കളൊക്കെ പണയപ്പെടുത്തി അനവധിയായ ആ കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെടുത്തി ദീർഘവർഷം ചികിത്സ നടത്തി. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാതെ ആയി. ഞങ്ങൾക്കുള്ളതൊക്കെ പോയതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ആയിത്തീരാൻ സാധിച്ചില്ല. എന്നാൽ ഒരു പ്രാർത്ഥന, 3 ദിവസത്തെ പ്രാർത്ഥന, അന്നത്തെ കാലത്ത് ഒരു 10 രൂപ 15 രൂപയുടെ ചിലവായി ആ ഒരു പ്രാർത്ഥന
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ എല്ലാവരിലും വലിയ മാറ്റങ്ങൾ വരുത്താനിടയായി. അതാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ കാരണം. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ സാക്ഷ്യം അനേക സ്ഥലത്ത് അറിയുകയും തുടർന്ന് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവുകയും അങ്ങനെ പല ബൈബിൾ കോളേജിൽ പഠിക്കാൻ ഇടയായി. ആദ്യം പോയത് അപ്പോസ്തോലിക ബൈബിൾ കോളേജ്, കോട്ടയത്ത് ഉള്ള ബൈബിൾ കോളേജിൽ പോകാനും ബൈബിൾ ഡിപ്ലോമ ചെയ്യാനും ഇടയായി. അതിനുശേഷം കോളേജുകളിൽ പഠിപ്പാനിടയായി. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിച്ച് ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ കർത്താവ് ഇടയാക്കി. 1990 മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുവാനിടയായി. ഇപ്പോൾ ഞാൻ പുനലൂരിൽ ഇമ്മാനുവേൽ ചർച്ചകോട് എന്ന സഭയുടെ പാസ്റ്ററായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. അവർ വിദ്യാഭ്യാസം ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രൈവറ്റ് ജോലിയിലേക്കൊക്കെ അവർ കടന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു സാഹചര്യം. ഇങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ വേല ചെയ്ത് വരുന്ന സമയത്ത് അനേക പ്രതികൂലങ്ങളും അനേക പ്രയാസങ്ങളും അനേക കഷ്ടപ്പാടുകളും അനേക എതിരുകളും അനുഭവിച്ചു വരാനിടയായി തീർന്നു. അനുഭവത്തിൻ്റെ നടുവിൽ ദൈവവചനത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിയാനായിട്ടിടയായി തീർന്നു. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു മനുഷ്യ സമൂഹത്തിൽ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മെ സഹായിക്കാൻ നല്ലവനായ ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കാനും, ദൈവത്തിന് മാത്രമേ നമ്മെ ശക്തീകരിക്കാനും, ദൈവത്തിന് മാത്രമേ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും, ദൈവത്തിന് മാത്രമേ നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്താനും, ദൈവത്തിന് മാത്രമേ നമ്മുടെ നിരാശകളെ മാറ്റാനും, ദൈവത്തിന് മാത്രമേ ശാരീരിക മാനസിക ബലഹീനതകളെ ബലപ്പെടുത്തി മടക്കി കൊണ്ടുവരാനും കഴിയുള്ളതെന്ന് എന്നെ പഠിപ്പിച്ചതല്ല, എൻ്റെ അനുഭവമാണ്, അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇന്ന് അനേക മനുഷ്യർക്ക് സാധിക്കാത്ത, അവർ പരാജയപ്പെട്ടു പോകുന്ന ഭാഗങ്ങളിൽ നമുക്ക് ജയിച്ചു പോകാനായിട്ട് സാധിക്കും എന്ന് ദൈവമക്കളായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 25 വർഷത്തോളമായി പുനലൂർ കേന്ദ്രീകരിച്ച് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് പാസ്റ്റർ AR ഷാജി. സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരികൾക്കുമെതിരെ നിരന്തരമായ പരസ്യ യോഗങ്ങളും ലഹരിവിരുദ്ധ സുവിശേഷ പ്രഘോഷണങ്ങളുമായി സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിലും തൻ്റെ ജീവിതവും ശുശ്രൂഷകളും തുടരുകയാണ് AR ഷാജി. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നേരിട്ട പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, അതിനെ അതിജീവിക്കുവാൻ എനിക്ക് സാധിച്ചത് ആരുടെയെങ്കിലും സഹായം കൊണ്ടല്ല, ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ്. ദൈവം മുഖാന്തരമാണ് ഞങ്ങൾ ഈ കഴിഞ്ഞു പോയ 30 വർഷത്തിലധികം ശക്തമായി കർത്താവിൻ്റെ നാമത്തെ പല സ്റ്റേറ്റുകളിലും ഡിസ്ട്രിക്റ്റുകളിലും ശക്തമായി വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കപ്പെട്ടത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ശുശ്രൂഷ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികമായിട്ടുള്ള പ്രതികൂലങ്ങൾ അനുഭവപ്പെടുകയുണ്ടായി. ആ പ്രതികൂലങ്ങളിലൊന്നും ഒക്കെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനിടയായി. ഞാൻ വിവാഹിതനായതിന് ശേഷം ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ, ഞാൻ കണ്ണൂരാണ് അന്ന് പാസ്റ്ററായിട്ടായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളവിടെ ശുശ്രൂഷിക്കും. എൻ്റെ സഹോദരങ്ങൾ, കുടുംബക്കാരൊക്കെ സുവിശേഷ പ്രവർത്തനത്തോട് എതിരായി അവർ നിന്നു. ഞങ്ങൾ അപ്രകാരം പോകുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ സമയമൊക്കെ ഞങ്ങൾ ഏകരായി. മറ്റുള്ള ഹെൽപ്പുകളൊന്നും ആരിൽ നിന്നും ഇല്ലാതെ വിശ്വാസ ജീവിതത്തിലൂടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനിടയായത്.
അതിൽ ഒത്തിരി കയ്പും വേദനകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുവെങ്കിലും ഇന്ന് ഒരു ജീവനുള്ള സാക്ഷ്യം പറയാൻ അതൊക്കെ കാരണമായി ഭവിച്ചു എന്നുള്ളത് അതിശയകരമാണ്. ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഞങ്ങളോട് കൂടെ നിൽക്കാൻ ആരുമില്ല, ഞങ്ങളുടെ ദുഃഖങ്ങൾ പങ്കിടാൻ ആരുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെ ഞങ്ങളോട് കൂടെ ഇരുന്ന് തുണ നിന്ന് സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ധന്യനായ ദൈവമാണ്. ആ ശക്തി ധന്യനായ ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും പ്രയാസത്തിലൂടെയോ അതുപോലെ പ്രതീക്ഷയില്ലാതെയോ കടന്നു പോകുന്നുവെങ്കിൽ ജീവനുള്ള ദൈവത്തോട് ചേർന്ന് ചെല്ലൂ, അവൻ നിങ്ങളെ നടത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം ഞാൻ വളരെ ശക്തമായിട്ട് സഭകളിൽ പ്രസ്താവിക്കുക ഉണ്ടായി. അപ്രകാരം സഭയിലുള്ളവരെ പഠിപ്പിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ ദൈവവചനം പഠിപ്പിക്കാനിടയായി. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാനും ദൈവവചനം ശക്തമായിട്ട് പ്രസ്താവിക്കുവാനും ഇടയായിത്തീർന്നു. അതിന് ഒരു കാരണം, ഈ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഉപദേശവും കൂടെ എൻ്റെ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് തരികയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കാതെ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന അനേക ആളുകളുണ്ട്. അതുപോലെ ശരിയായിട്ടുള്ള ട്രെയിനിങ് ഇല്ലാതെ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. വ്യക്തിപരമായ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അനേക ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അനേകരെ തെറ്റിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ശരിയായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി, ദൈവവചനത്തെ മനസ്സിലാക്കി ഗ്രഹിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ മാത്രമേ ഈ അന്ത്യകാലത്ത് നമുക്ക് ദൈവനാമത്തിന് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്, കൗലിടയന്മാരെ സൂക്ഷിച്ചുകൊള്ളി, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പി എന്നാണ് ദൈവവചനം പറയുന്നത്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തെങ്കിലേക്കും ദൈവത്തിൻ്റെ വഴിയിലേക്കും വരാനായിട്ട് സാധിക്കും. അനേക കുടുംബങ്ങൾ പ്രവാചകന്മാരുടെ പുറകെ പോയി, ദൂതകളുടെ പുറകെ പോയി, ദൈവവചനത്തിൽ വിട്ട് ദൈവവചനം മനസ്സിലാക്കാതെ ജീവിതം മൊത്തം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ദൈവദാസന്മാരുടെയോ ദൈവസഭയുടെയോ പേരിൽ അപവാദങ്ങൾ പറഞ്ഞ് എതിരുകൾ പറഞ്ഞ് ജീവിതം നഷ്ടപ്പെടുത്തുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. 2026 പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ദൈവനാമത്തിനു വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വലിയൊരു പ്രവൃത്തി ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം തന്നെ നമ്മൾ മുന്നോട്ട് പോകുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ വളരെ ആധികാരികമായി നമ്മൾ പോകണമെങ്കിൽ ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട്. വചനം തന്നെ പ്രസ്താവിക്കേണ്ടതുണ്ട്. വചനത്തിലൂടെ തന്നെ ജീവിക്കേണ്ടതുണ്ട്. വചനപ്രകാരം തന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ പോയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് വലിയ പ്രതിഫലവും വലിയ മറുപടിയും നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷ സമയത്ത് വലിയ പ്രയാസങ്ങൾ നേരിട്ട സമയത്ത്, ഞങ്ങൾക്ക് പ്രതികൂലങ്ങൾ കൂടി വന്ന നേരത്ത്, ഞങ്ങൾ ദാരിദ്ര്യപരമായിട്ടുള്ള സാമ്പത്തിക പ്രതികൂലങ്ങൾ ഉണ്ടായ സമയത്ത്, ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ശുശ്രൂഷയ്ക്കെതിരെ വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ചത് ദൈവത്തിൻ്റെ വൻ കൃപയാണ്, ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ്. അവിടെയൊന്നും ഞങ്ങൾ മറ്റൊരുള്ളവരിൽ ആശ്രയിക്കാൻ നിൽക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ ഇടയാക്കുക. അത് ഞങ്ങളുടെ ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞു വന്നത്. എൻ്റെ വാക്ക് കേൾക്കുന്ന മിത്രങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നമ്മൾ സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ദൃഢതയോടെ മുന്നോട്ട് പോകണമെങ്കിൽ വചനത്തിൽ തന്നെ ആശ്രയിച്ച് പോകണം. വചനപ്രകാരം തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് അത്ഭുതകരമേറിയ ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും. അപ്രകാരം നമുക്ക് ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലൂടെ നമുക്ക് മുന്നേറുവാൻ ഈ പുതിയ വർഷം സാധ്യമായി തീരട്ടെ. ഞാൻ രോഗിയായി ഭാരപ്പെട്ട സമയത്ത് ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ സൗഖ്യമായ സമയം മുതൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആ തീരുമാനത്തോടെ ഞങ്ങൾ പ്രവർത്തിക്കാനിടയായി തീർന്നു. ഈ രോഗബാധ ആഴ്ചയിലും മാസങ്ങളിലും പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും ശരീരത്തിലൊക്കെ മുറിവാകുകയും പിന്നെ അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു. വർഷങ്ങളോളം അത് തുടർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ എനിക്ക് സൗഖ്യം പ്രാപിക്കാനിടയായി തീർന്നു. ആ സമയം മുതൽ ഞാൻ സാക്ഷ്യം പ്രസ്താവിക്കുകയും യേശുക്രിസ്തുവിനെക്കുറിച്ച്, സൗഖ്യമാക്കുന്ന യേശുവിനെക്കുറിച്ച്, സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന യേശുവിനെക്കുറിച്ച് എനിക്ക് അനേകരോട് പറയാനിടയായി തീർന്നു. അങ്ങനെ കുറച്ച് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങളിൽ അനേക രോഗികൾ സൗഖ്യമാകുന്നത് എനിക്ക് കാണുവാനിടയായി തീർന്നു.
അനേക ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കാണുവാനിടയായി തീർന്നു. അങ്ങനെ എന്നെ അനേക സ്ഥലങ്ങളിലേക്ക് എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള അവസരം ലഭിക്കപ്പെടുകയും അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേക ഭൂതഗ്രസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് അത്ഭുതകരമായിട്ടുള്ള വിടുതലുകൾ സംഭവിക്കുന്നത് കാണാനായിട്ട് ഇടയായി തീർന്നു. അപ്രകാരം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാനിടയായി തീർന്നു. കോട്ടയം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് പ്രവർത്തിപ്പാൻ 2000 കാലഘട്ടത്തിൽ സാധിച്ചു. കടുത്തുരുത്തി എന്ന സ്ഥലത്ത് ഒരു സഭ സ്ഥാപിക്കപ്പെടുകയും ഒരു 8 പേരോളം അവർ സ്നാനപ്പെട്ട ഒരു സഭ പ്രവർത്തനം അവിടെ ക്രമീകരിക്കപ്പെടാനിടയായി തീർന്നു. അതുപോലെ പറവത്തും വാഴമന, വൈക്കത്തിനടുത്ത് വാഴമന എന്ന സ്ഥലത്തും അതുപോലെ വടകര എന്ന സ്ഥലത്തും എനിക്ക് താമസിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അനേക യൗവനക്കാരെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നേടുവാൻ, അവരെ പഠിപ്പിച്ച് നല്ല സ്ഥാനത്തേക്ക് കർത്താവിൻ്റെ വേലയിലേക്ക് കൊണ്ടുവരാനും എനിക്ക് അവസരം ലഭിക്കപ്പെട്ടു. അതിനുശേഷം കണ്ണൂർ പ്രവർത്തിച്ച സമയത്ത് അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനും അവരെ അതിലേക്ക് നയിക്കാനും കർത്താവ് എനിക്ക് ഇടയാക്കി. അതുപോലെ 98 പുൽപ്പള്ളി, വയനാട് താമസിച്ച് പ്രവർത്തിപ്പാനും അനേക വ്യക്തികളിലേക്ക് സാക്ഷ്യങ്ങളെ എത്തിക്കാൻ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനും അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയായി തീർന്നു. ആന്ധ്രാപ്രദേശിൽ അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. പാമൂർ എന്ന സ്ഥലത്ത് ഒരു 5 പേരെ സ്നാനപ്പെടുത്താനും അവർ വിശ്വാസത്തിലേക്ക് നയിക്കാനും എനിക്ക് ഇടയായി തീർന്നു. അങ്ങനെ ദൈവമായ കർത്താവിനെ അയച്ച സ്ഥലങ്ങളിലൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പോകുവാനും യേശുക്രിസ്തു ജീവനുള്ള ദൈവമെന്ന് വെളിപ്പെടുത്താൻ കർത്താവ് എനിക്ക് ഇടയായിത്തീർന്നു. കഴിഞ്ഞ 25 വർഷമായി പുനലൂര് താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി വരുന്നു. അനേകരെ ദൈവവചനം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സഭയിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ പൊതു സ്ഥലങ്ങളിലും പൊതുവേദികളിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളോട് ഈ സാക്ഷ്യത്തെ വെളിപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയും. കർത്താവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട കാലം അതിക്രമിച്ചു. എൻ്റെ സാക്ഷ്യം അവസാന ഭാഗത്തേക്ക് ഞാൻ എത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. കാലം കഴിയുകയാണ്. വർഷങ്ങൾ വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഈ പുതിയ വർഷത്തിലേക്ക് കടന്നപ്പോൾ വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെയാണ് പുതിയ വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ സന്തോഷത്തോടെ ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ തന്നെ അതിഭയങ്കരമായ ഭയത്തോടു കൂടെയാണ് ഈ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം പല ദൈവമക്കളും ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടണമെന്ന് നിർബന്ധമില്ല. പല ദൈവത്തിൻ്റെ സന്നിധിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നവർ ദൈവരാജ്യത്തിൽ എത്തപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ശരിയായിട്ടുള്ള വഴിയിൽ പോകുന്നവർ മാത്രമേ അവിടെ എത്തുകയുള്ളൂ എന്നുള്ളതാണ് ഭയത്തിന് കാരണം. സന്തോഷത്തിന് കാരണം കർത്താവിൻ്റെ നിത്യതയിലേക്കും നിത്യരാജ്യത്തിലേക്കും ഒരു കൂട്ടം ജനം 1 വർഷം കൂടെ കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം, കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. ഒരു പുതിയ വർഷം ദൈവം നിങ്ങൾക്ക് തന്നപ്പോൾ നമുക്ക് ചിലരെ ദൈവത്തെങ്കിലേക്ക് നയിപ്പാൻ സാധ്യമായി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ഞാൻ ഓടി ഇവിടെ എത്തിയത് ചിലരെങ്കിലും എൻ്റെ ഈ സാക്ഷ്യം നിമിത്തം കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഈ നാടുകളിൽ നിങ്ങൾ ശരിയായ രീതിയിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. യേശുക്രിസ്തുവിനെ പോലെ നമ്മളെ സഹായിപ്പം വേറെ ആരുമില്ല. യേശുവിനെ പോലെ വഴി നടത്താൻ വേറെ ആരുമില്ല. യേശുവിനെ പോലെ കർത്താവ് വേറെ ഒരുവനില്ല. യേശുവിനെ പോലെ രക്ഷകൻ വേറെ ആരുമില്ല. യേശുവിനെ പോലെ സഹായിക്കുന്നവൻ വേറെ ആരുമില്ല. നമുക്ക് മറ്റാരും വേണ്ട. യേശു മാത്രം മതി. അവനിൽ വിശ്വസിക്കൂ, അവനിൽ ജീവിക്കൂ, അവനായി പ്രവർത്തിക്കൂ. ഈ വർഷം ദൈവം നമുക്ക് തന്നത് അതിനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കോടീശ്വരനാകാനുള്ള ശ്രമം നടത്തിയിട്ടില്ല, പണം സമ്പാദിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല, വ്യക്തിപരമായ കസേരയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, കർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊരു സാക്ഷ്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദൈവമക്കളെ, ഈ പുതിയ വർഷം നമുക്ക് നേടാനുള്ളത് ദൈവമക്കളെയാണ്. ദൈവരാജ്യത്തിലേക്ക് ചിലരെ നടത്താൻ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. പ്രസംഗിക്കുന്നതിനേക്കാൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക, സാക്ഷ്യത്തെ വെളിപ്പെടുത്തുക. നമ്മുടെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. നമുക്ക് ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ കാണാം.
അല്ലെങ്കിൽ ഭൂമിയിൽ നാം കുറേ കാലം കൂടെ ജീവിച്ചിരിക്കുമെങ്കിൽ അങ്ങനെ നമുക്ക് കാണാം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ദൈവകൃപയിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആമേൻ. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ, നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെന്നെ. പളുങ്കു കടൽ തിരുന്നു ഞാനെന്റെ. ജന്മം കൊണ്ട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സ്വദേശിയെങ്കിലും കഴിഞ്ഞ 25 വർഷത്തോളമായി കൊല്ലം ജില്ലയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് പാസ്റ്റർ AR ഷാജി. നിരന്തരമായ ദൈവകൃപയുടെയും അനവധിയായ ദൈവികാനുഭവങ്ങളുടെയും മധ്യേ കൂടി ദൈവം തനിക്ക് നൽകിയ ദർശനപ്രകാരം തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക ശുശ്രൂഷകളിൽ യാത്ര തുടരുന്ന സുവിശേഷകൻ AR ഷാജിയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പാടുമേ മോദാൽ സിയോൻ മലയിൽ സീമയറ്റാനന്ദം, സിയോൻ മലയിൽ സീമയറ്റാനന്ദം ഇന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ, ഇന്നിനി ലഭിക്കുമോ മൽ പ്രാണനാഥ. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഇത്രമാം സ്നേഹം ഉയർ കൊടുത്തേനിക്കായി, ഇത്രമാം സ്നേഹം